നമസ്കാരം. ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ കണ്ടു. വലിയ രീതിയിലുള്ള എക്സൈറ്റിംഗ് ആയിട്ടോ സ്റ്റോറിയോ ഒരുപാട് ചിന്തിക്കുന്നതായിട്ടോ ഇല്ലാത്ത ഒരു ആവറേജ് സിനിമ കണ്ടിട്ട് ഇറങ്ങിയത് ഖാലിദ് റഹ്മാനാണ് സംവിധാനം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബെസ്റ്റ് സിനിമ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ ഡീസന്റ് മൂവി ഫോർ മീ. സ്പോർട്സ് മൂവിയാണ്, ഡ്രാമയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു ജോൺറയോട് പൂർണ്ണമായിട്ടും നീതി പുലർത്തിയിട്ടുള്ള, എന്നാൽ ത്രൂ ഔട്ട് എനിക്ക് കണക്ഷൻ ഫീൽ ചെയ്യാത്ത ഒരു സിനിമയായിട്ടാണ് ആലപ്പുഴ ജിംഖാനയ്ക്ക് തോന്നിയിട്ടുള്ളത്. ശ്രീനി ശശീന്ദ്രനാണ് സിനിമയുടെ സ്ക്രീൻ പ്ലേ. സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഈ പിള്ളേരുടെ ഒരു ചുറ്റുപാടും അവരുടെ ഒരു ലൈഫും ആ ഒരു സർക്കംസ്റ്റൻസസ് എല്ലാം കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അതൊക്കെ നൈസായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം മത്സരം പറയുന്നത്, കോട്ടയം മത്സരത്തിന്റെ ബെസ്റ്റ് പെർഫോമൻസ് ഒന്നും പറയാൻ പറ്റില്ല. ചില സമയങ്ങളിൽ കയ്യിൽ നിന്ന് പോയിട്ടുള്ള എന്നൊരു തോന്നലും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ സിനിമയുടെ ഈ ഒരു ഇത്രയും കാണിക്കുന്ന പോർഷൻസ് ഒക്കെ വരും വളരെ ഫ്ലാറ്റ് ആയിട്ടാണ്. ഒരു എക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാധനമൊന്നും സിനിമയ്ക്കകത്ത് ആ ഒരു പോർഷനിലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇന്റർവെൽ ബ്ലോക്ക് ഒരു രസമില്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. നോട്ട് എ ഹ്യൂജ് മാർജിൻ, പക്ഷെ എന്നാലും കൊള്ളാം. പക്ഷെ ഈ സിനിമയ്ക്കകത്ത് സെക്കൻഡ് ഹാഫിലാണ് മറ്റേ ബോക്സിങ്ങിന്റെ പരിപാടിയൊക്കെ മെയിൻലി വരുന്നത്. അപ്പോൾ എന്നെ പേഴ്സണലി ഈ സിനിമയിൽ നിന്ന് കുറേയൊക്കെ ഡിസ്കൗണ്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് രതീഷ് രവിയുടെ ഡയലോഗ്സ്. ചില സമയങ്ങളിൽ ഈ ഡയലോഗ്സ് കേൾക്കുന്ന സമയത്ത് സിനിമയുമായിട്ട് പരസ്പര ബന്ധമില്ലാതെ എന്തോ സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ക്ലിയർ ആവും, ഒരു ക്ലാരിറ്റി ഇല്ല പറയുന്ന കാര്യത്തിന്. പിന്നെ അതുപോലെയാണ് ഇതിനകത്തൊരു ലവ് ട്രാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. ഈ പിന്നെ നെൽസന്റെ കഥാപാത്രവും അപ്പുറത്തുള്ള ലേഡീസുമായിട്ടുള്ള ചെറിയൊരു കണക്ഷനായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഭയങ്കര ക്രിഞ്ച് സാധനമായിരുന്നു അത് വേണ്ടായിരുന്നാണ് എന്റെ പേഴ്സണലി ഉള്ള അഭിപ്രായം. സെക്കൻഡ് ഹാഫിൽ ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ആ ഫൈറ്റിന്റെ ഇമ്പാക്ട് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പിന്നെ ഇടി കൊടുക്കുന്ന സമയത്തുള്ള ഒരു സ്ലോ മോഷൻ, ചില ഷോട്ടുകളും അതുപോലെ കട്ട്സ്, പിന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നല്ല തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് ആ ഒരു ഇടി ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു കാര്യത്തിൽ ഇതിന്റെ മേക്കേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്തേ വരത്തുള്ളൂ. വിഷ്ണു വിജയുടെയാണ് സ്കോർ. ഒരു രസമില്ലായിരുന്നു, ഒരു സ്കോറും കൊള്ളത്തില്ലായിരുന്നു. വളരെ ലോ ആയിട്ടുള്ള ബീജമാണ് എല്ലാ ബീജവും എടുത്തോണ്ടില്ല. ആകെ കുറെ പാട്ട് വരുന്നുണ്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. മൊത്തത്തിൽ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വൺ ടൈം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഖാലിദ് റഹ്മാന്റെ ആലപ്പുഴ ജിംഖാന എനിക്ക് തോന്നിയിട്ടുള്ളത്.